കല്ലുവാതുക്കൽ സമുദ്രതീരം മതേതര വയോജന കേന്ദ്രത്തിൽ വിരമിച്ച സൈനികരെ ആദരിക്കുന്ന ചടങ്ങ് യുവജനക്ഷേമ ബോർഡ് ചെയർപേഴ്സൺ ശ്രീമതി ബിന്ദു അവർകൾ ഉദ്ഘാടനം ചെയ്തു സംസാരിച്ചു. ഞാൻ ആദ്യമായാണ് ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്നത്. ഇതിനു മുമ്പും നിരവധി തവണ എന്നെ ഇവിടെ പല പരിപാടികളിലും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. ഓരോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് എത്തിച്ചേരാൻ സാധിച്ചില്ല. അത് ഞാൻ വളരെ വൈകിപ്പോയി എന്നെനിക്കിപ്പോൾ ഇവിടെ എത്തിയപ്പോഴാണ് ആ തിരിച്ചറിവുണ്ടായത്. കുറച്ചുകൂടി നേരത്തെ ഞാൻ ഈ സ്ഥാപനത്തെക്കുറിച്ച് അറിയേണ്ടതായിരുന്നു, ഇവിടെ വരേണ്ടതായിരുന്നു എന്നൊക്കെ എനിക്കിപ്പോൾ ശരിക്കും കുറ്റബോധം തന്നെ തോന്നുന്നുണ്ട്. ഇത്രയേറെ സ്വന്തം ജീവിതം തന്നെ മാറ്റിവെച്ച് ഇത്രയും ഒരു സംഘടനയെ ഇത്രയും ആക്കാൻ ഒരാളുടെ പ്രയത്നം എന്ന് പറയുന്നത് എത്രത്തോളം നമ്മൾ പ്രശംസിച്ചാലും മതിയാവില്ല. എല്ലാ കാര്യങ്ങൾക്കും ഒറ്റനായിട്ട് നിന്നുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ആളുകളുടെ സപ്പോർട്ടുണ്ടെന്ന് പറഞ്ഞു. എത്ര സപ്പോർട്ടുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇങ്ങനെ ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അല്ലെ ഒരാളുടെ തന്നെ ഒരു ചുമതല നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ അവരുടെ ചികിത്സ, അവരുടെ മറ്റാവശ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അത് കുറേയേറെ ആളുകളുടെ കാര്യങ്ങൾ, അത് ജെനുവിൻ കേസുകൾ, ഇതെല്ലാം ഞാനിവിടെ വന്നതിന് ശേഷമാണ് അറിഞ്ഞത്. സമുദ്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് യുവജനക്ഷേമ ബോർഡിൽ അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സ്ഥാപനമാണ്. ഇതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങളുടെ ഗ്രൂപ്പിലൂടെ അറിയാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു സംഭവം ഇവിടെ ഒരു വയോജന കേന്ദ്രം തന്നെ നടത്തുന്നുണ്ടെന്നും ഇത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണെന്നും ഒക്കെ ഞാനിവിടെ വന്നതിന് ശേഷമാണ് മനസ്സിലാക്കിയത്. എനിക്കിതിനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്നപ്പോഴെനിക്ക് തോന്നി, ഞാൻ ഇതിനു മുമ്പ് ഇവിടുത്തെ പരിപാടിയിൽ എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ വരേണ്ടതായിരുന്നു. യുവജനക്ഷേമ ബോർഡിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴ് വളരെ ലിമിറ്റഡ് ഫണ്ട് കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാർ സ്ഥാപനമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങൾക്ക് ഗ്രാൻറ്റ് കൊടുക്കാനോ അതിനൊന്നും നമുക്ക് പ്രൊവിഷനില്ല. എന്നാലും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബുകൾക്ക് ഇപ്പോൾ കേരളോത്സവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കാണെങ്കിലും അല്ലാതെ സാമ്പത്തിക സഹായങ്ങൾ, ചെറിയ രീതിയിലുള്ള പ്രവർത്തന സഹായങ്ങളോ ഒക്കെ നൽകാൻ മാത്രമേ യുവജനക്ഷേമ ബോർഡിന് കഴിയുകയുള്ളൂ. അത് ഏറ്റവും അർഹരായവർക്ക് തന്നെ കൊടുക്കണം. അതിനകത്ത് ജാതി, മത, രാഷ്ട്രീയ വിവേചനങ്ങളൊന്നും കൂടാതെ തന്നെ ചെയ്യണം എന്നാണ് ഞാൻ ഒരു ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ ആഗ്രഹിച്ചുകൊണ്ട് പോകുന്നത്. ഇതുവരെ അങ്ങനെയാണ് എൻ്റെ പ്രവർത്തനങ്ങളെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. തുടർന്നും ഇത്തരം സംഘടനകൾക്ക് ഏതെങ്കിലും തരത്തിൽ, അല്ലെങ്കിൽ നമ്മുടെ അറിവിലോ അല്ലെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്നതോ അല്ലെങ്കിൽ എൻ്റെ കോണ്ടാക്റ്റുകളിൽ ഉൾപ്പെട്ട ആൾക്കാർ വഴിയോ ഒക്കെ ഇങ്ങനെയുള്ള സംഘടനകളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഞാൻ ഒരു യുവജനക്ഷേമ ബോർഡിൽ ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 20-ലേറെ വർഷമായി. അപ്പം ഞാൻ ആദ്യം പത്തനംതിട്ട ജില്ലാ ഓഫീസറായിരുന്ന സമയത്ത് ഗാന്ധി ഭവൻ്റെ ഒരു തുടക്കകാലത്ത് അവിടെ കുറേയേറെ പരിപാടികളിൽ പങ്കെടുത്ത ഒരാളായിരുന്നു ഞാൻ. അതിനുശേഷമാണ് ഞാൻ ഇടുക്കിയിലേക്ക് പോവുകയും ഇടുക്കിയിൽ ഒരു 10-12 വർഷക്കാലം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തും ഇവർ പരിപാടികളൊക്കെ എന്നെ കൃത്യമായിട്ട് അറിയിക്കാറുണ്ടായിരുന്നു. ഇന്ന് ഗാന്ധി ഭവൻ്റെ വളർച്ചയെന്ന് പറയുന്നത് ആരുടെയും ഇപ്പം പറയുന്ന സർക്കാർ ഏജൻസികളുടെ ഒന്നും ഒരു സഹായവും ഇല്ലാതെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു സംഘടനയായിട്ട് അത് മാറിയിട്ടുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ നാളെ ഒരു സമയത്ത് എനിക്കിവിടെ ഈ സംഘടനയിൽ വരുമ്പോഴും ഇതും ഈ ഒരു ലിമിറ്റഡ് ആൾക്കാരിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പടർന്ന് പന്തലിച്ച് ഒരു വലിയ സ്ഥാപനമായി എന്ന് വെച്ച് എല്ലാ മക്കളും രക്ഷിതാക്കളെ ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണമെന്ന് ഒരിക്കലും ഞാൻ പറയില്ല. പക്ഷേ ആശ്രയമില്ലാത്തവർക്കൊരാശ്രയമായി സമുദ്ര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങൾ ഇപ്പം പോകുന്നതിനും കൂടുതൽ വ്യാപ്തിയിലേക്ക് അല്ലെങ്കിൽ കൂടുതൽ വലിയ തലങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകും എന്ന് ഇവിടുത്തെ പ്രവർത്തനം കണ്ടപ്പോഴും ഇതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയപ്പോഴും എനിക്ക് ശരിക്കും മനസ്സിലായിട്ടുണ്ട്. അപ്പം തുടർന്നും ഈ സ്ഥാപനത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും ഞാൻ എല്ലാ കാര്യങ്ങൾക്കും കൂടെ ഉണ്ടാവും എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഇത്രയും നല്ല ഒരു സാഹചര്യത്തിൽ വരാനും ഇന്നത്തെ ഈ തിരക്കിനും ബുദ്ധിമുട്ടിലും ഒക്കെ ഇടയിൽ ഞാൻ ഓടി ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അതൊരു വലിയ നഷ്ടമായിരുന്നു. ഇങ്ങനെ ഒരു പരിപാടിയിൽ എന്നെ ക്ഷണിച്ചതിനുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. തുടർന്നുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ പരിപാടി ഔപചാരികമായി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടുകൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ശ്രീമാൻ ബൈജു ലക്ഷ്മണൻ അധ്യക്ഷത വഹിച്ചു സംസാരിച്ചു. നിങ്ങൾക്ക് ഓരോ ദിവസവും ഓണം പോലെ കഴിച്ചു കൂട്ടുവാൻ സാധിക്കും. അത്തരത്തിൽ മനോഹരമായ ഒരിടത്ത് നിങ്ങൾ എത്തിച്ചേർന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ പേരും അങ്ങനെ തന്നെ, സമുദ്രതീരം.
സമുദ്രത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം. എത്ര ആഴമുള്ളതാണ്, അതിൻ്റെ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതിനുണ്ടെന്ന വ്യത്യസ്തതകൾ, അതായത് എന്തെല്ലാം ജീവജാലങ്ങൾ, എന്തെല്ലാം വ്യത്യസ്തമായ കാര്യങ്ങളെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത്. അതുപോലെ ഒരു കടൽ തീരത്ത് വന്നിരിക്കുന്ന ആശ്വാസം എങ്ങനെയാണോ നമ്മുടെ ഹൃദയത്തിലേക്ക് അലയടിക്കുന്നത്, അത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ സായന്തനം വളരെ മനോഹരമാക്കി നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കും. അതിന് ഭാഗ്യം ലഭിച്ചവരാണ് നിങ്ങൾ ഓരോരുത്തരും. അത്തരത്തിൽ 12 ദിവസത്തെ ഓണാഘോഷത്തിൻ്റെ സമാപന ചടങ്ങിൽ അധ്യക്ഷത വഹിക്കുവാനാണ് എനിക്കും നിയോഗം ദൈവം തീരുമാനിച്ചിരുന്നത്. ജീവിതം ഒരു യാത്രയായി സങ്കല്പിച്ചാൽ നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്ത് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു ബസ്സിൽ നിന്ന് നമ്മൾ കയറി നമ്മളെ ഡെസ്റ്റിനേഷൻ എവിടെയാണോ ഇറങ്ങേണ്ടത് ആ സ്ഥലത്ത് നമ്മൾ ഇറങ്ങിപ്പോവും. പുതിയ ആൾക്കാർ അതിൽ കയറും, വീണ്ടും യാത്ര തുടരും. എല്ലാവരും എല്ലായ്പ്പോഴും ഒരു യാത്രയിൽ നമ്മളോടൊപ്പം ഉണ്ടാകണമെന്നേ ഇല്ല. അത്തരത്തിൽ ജീവിതത്തെ മനസ്സിലാക്കി മനുഷ്യൻ തുടങ്ങിയ ഈ സ്ഥാപനം വീണ്ടും നന്മയിലേക്ക് നാടിന് അഭിമാനമായി തുടർന്നുകൊണ്ടേയിരിക്കട്ടെ. അതങ്ങനെ തന്നെ സാധിക്കട്ടെ എന്നാണ്. തുടർന്ന് ചടങ്ങിൽ ബിന്ദു അവർകളും റിട്ടയർഡ് കേണൽ ശ്രീമാൻ സുദർശനും ചേർന്ന് വിരമിച്ച സൈനികർക്ക് സമുദ്രതീരം കൂട്ടുകുടുംബത്തിന്റെ സ്നേഹാദരവ് നൽകി ആദരിച്ചു. സമുദ്രതീരം വയോജന കേന്ദ്രത്തിൻ്റെ ഞാനുമായിട്ടുള്ള അസോസിയേഷൻ 2018 തുടങ്ങിയതാണ്. 2013 റിട്ടയർമെൻ്റായിട്ട് വന്നതിന് ശേഷം ഞാൻ ട്രിവാൻഡ്രത്തായിരുന്നു. വൈഫ് റിട്ടയറായി 2018. അപ്പോൾ തന്നെ എൻ്റെ കുടുംബ വീടായ പാരിപ്പള്ളി കടമ്പാട്ടുകോണത്തേക്ക് ഞാനെത്തി. ഭാഗ്യവശാൽ ശ്രീ റൂവൽ സിംഗുമായിട്ട് പരിചയപ്പെടാൻ എന്നെ സഹായിച്ചത് ഡോക്ടർ ജയേന്ദ്രനാണ്. ഇവിടെ വന്നു കണ്ടു. പറഞ്ഞറിയിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള ഒരു മനോഭാവം എനിക്ക് ശ്രീ റൂവൽ സിംഗിനോടുണ്ടായി. എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു അദ്ദേഹത്തിൻ്റെ കാലഘട്ടങ്ങളെപ്പറ്റി. ആ കാലഘട്ടത്തിൽ ഇത്രയും ചങ്കുറപ്പുള്ള മനോഭാവത്തോടു കൂടി ഈ ഒരു സ്ഥാപനം വളരെയധികം കഷ്ടതകൾ അനുഭവിക്കുന്ന, മാനസികമായും ശാരീരികമായും കഷ്ടതകൾ അനുഭവിക്കുന്ന അച്ഛനമ്മമാരെയും സഹോദരങ്ങളെയും അദ്ദേഹം തന്നോട് ചേർത്ത് നിർത്തി വളരെയധികം കഷ്ടപ്പെട്ട് ഈ ഒരു സ്ഥാപനം ഇത്രയും നല്ല രീതിയിൽ കൊണ്ടുവന്നു. ഇതിന് എത്ര തന്നെ തലങ്ങളിലേക്ക് ഉയർന്നു പോയാലും ഇതിൻ്റെ ആദ്യകാലഘട്ടങ്ങളിലെ അദ്ദേഹത്തിൻ്റെ ആ പ്രയത്നങ്ങളെ ഒരു രീതിയിലും നമ്മൾക്ക് ആർക്കും, ഈവൻ ഈ സ്റ്റേറ്റ് മാത്രമല്ല ദേശീയ തലത്തിൽ പോലും ഇതിൻ്റെ മഹിമകൾ അറിയാവുന്നവർ ഇപ്പോൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവർക്കാർക്കും തന്നെ ഇദ്ദേഹം അനുഭവിച്ച കഷ്ടതകളെ പറ്റിയിട്ട് മറക്കാനോ ഏതെങ്കിലും രീതിയിൽ അതിനെ മാറ്റി നിർത്താനോ സാധിക്കുന്ന ഒരു കാര്യമല്ല. ഏത് സമയത്ത് ഞങ്ങൾ ഇൻട്രാക്ട് ചെയ്താലും അദ്ദേഹത്തിൻ്റെ ആ ഭവ്യത, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റി അതിങ്ങനെ മുമ്പോട്ട് വരുമായിരുന്നു. ആ സംസാരങ്ങളെല്ലാം തന്നെ ഈ അച്ഛനമ്മമാരുടെ കഷ്ടതകളെ പറ്റിയുള്ള ആ വിഷമം ഇദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളിലും ഇങ്ങനെ തുളുമ്പി നിൽക്കുമായിരുന്നു. പാട്ടുപർബി ഈ വയോജന കേന്ദ്രത്തിനെ ആ രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ അദ്ദേഹത്തിന് ദൈവം എന്നും ആരോഗ്യവും മനസ്സും എല്ലാ രീതിയിലുള്ള സാഹചര്യങ്ങളും നൽകണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ശ്രീമതി ബിന്ദു അവർക്ക് സമുദ്രതീരം ചെയർമാൻ സ്നേഹോപഹാരം നൽകി ആദരിച്ചു.
ചടങ്ങിൽ ശ്രീമാൻ ജയചന്ദ്രൻ നന്ദി പറഞ്ഞു. നമുക്ക് ഈ ദൈവത്തെ കാണാൻ കഴിയുക എങ്ങനെയാണ്? ഞാൻ മനസ്സിലാക്കിയത്, വിശക്കുന്നവൻ്റെ മുമ്പിൽ അന്നമായിട്ടേ ദൈവത്തിന് വന്നു നിൽക്കാൻ കഴിയും. ദുഃഖം അനുഭവിക്കുന്നവൻ്റെ സമീപത്ത് സന്തോഷത്തിൻ്റെ രൂപത്തിൽ മാത്രമേ ദൈവത്തിന് നിൽക്കാൻ കഴിയൂ. അത്തരത്തിലാണ് നമ്മുടെ ഏവരുടെയും മുന്നിൽ റൂവൽ സിംഗ് നിൽക്കുന്നത്. അത്തരത്തിൽ റൂവൽ സിംഗ് നമ്മുടെ ദൈവമാണ്. ഇന്ന് 12ാമത്തെ ദിവസമാണ് ഓണാഘോഷം തുടങ്ങിയിട്ട്. ഇന്ന് അവസാനം മന്ത്രിമാരായിട്ടുള്ള റോഷി അഗസ്റ്റിൻ, KN ബാലഗോപാൽ, MLA ആയിട്ടുള്ള നൗഷാദ്, കൊല്ലത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള MP പ്രേമേന്ദ്രൻ, കൊല്ലം ജില്ലാ കളക്ടർ ദേവിദാസ് IAS, അതേപോലെ ഋഷിരാജ് സിംഗ് IPS അടക്കം പ്രമുഖ വ്യക്തിത്വങ്ങൾ ഈ വേദിയിൽ വന്നുപോയി ഓണാഘോഷത്തിൻ്റെ ഭാഗമായി. ഈ സ്ഥാപനത്തിൻ്റെ മെച്ചവും ഇതിൻ്റെ പ്രവർത്തന ശൈലിയും കണ്ടിട്ട് തന്നെയാണ്, അറിഞ്ഞിട്ട് തന്നെയാണ് അവർ വന്നുപോയത്. വന്നപ്പോഴൊക്കെ അവർ പറഞ്ഞതും ബിന്ദു മാഡം നേരത്തെ പറഞ്ഞ അഭിപ്രായം തന്നെയാണ്. ഒരു നിമിഷം മുന്നേ ഞങ്ങൾ എത്തേണ്ടതായിരുന്നു. അത്തരത്തിലാണ് സമുദ്രതീരം ചാരിറ്റബിൾ ട്രസ്റ്റും മതേതര വയോജന കേന്ദ്രവും പ്രവർത്തിച്ചു വരുന്നു. പ്രത്യേകിച്ച് ഏത് ആഘോഷവും ഓണത്തിന് ഒരു പ്രത്യേകതയുള്ളത്, മാവേലി നാട് വാണിയിടും കാലം മാനവരെല്ലാവരും ഒന്നുപോലെ എന്ന് ഞാൻ നേരത്തെ ഒരു അവസരത്തിൽ പറഞ്ഞതുപോലെ, ലോകത്ത് ഒരേ ഒരു പ്രദേശം മനുഷ്യന്മാരെല്ലാവരും സമന്മാരാണ് എന്ന് സമർത്ഥിച്ച, വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും സമർത്ഥിച്ച ലോകത്തെ ഒരേ ഒരു പ്രദേശം, ഒരു ചെറിയ പ്രദേശം കേരളമാണ്. അത് മറ്റൊരു രാജ്യത്തിനും മറ്റൊരു പ്രദേശത്തിനും അവകാശപ്പെടാനില്ലാത്ത പ്രത്യേകതയുമാണ്. ആ പ്രത്യേകതയിൽ ഒരു വളരെ വലിയ പ്രത്യേകതയുള്ളത്, രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുമ്പോൾ അവിടെ ജയിച്ച രാജ്യത്തെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുക. അവരെയാണ് നമ്മൾ അംഗീകരിക്കുന്നത്, തോറ്റവരെ അല്ല. പുരാണമെടുത്താൽ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഉണ്ടായിട്ടുണ്ട് യുദ്ധത്തിലൂടെയാണ്. ആ യുദ്ധത്തിൽ വിജയിക്കുന്ന രാജാവിനെയും ചക്രവർത്തിയെയുമാണ് നമ്മൾ ആരാധിക്കുകയും ബഹുമാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, ഓണത്തിൻ്റെ ഒരു പ്രത്യേകത, ചവിട്ടിയവനേക്കാൾ ആ ചവിട്ടേറ്റ് താഴ്ന്നു പോയവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ മാവേലിയാണ് വർഷത്തിൽ ഒരു ദിവസം വരണം എന്ന് ആഗ്രഹിക്കുകയും എല്ലാ ദിവസവും ഉണ്ടാകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ചവിട്ടിയവന് പ്രാധാന്യമില്ല, കാരണം ചവിട്ടിയവൻ കള്ളത്തരത്തിൻ്റെ ഉസ്താദായിരുന്നു എന്നുള്ളതാണ്. ഒരു ചെറിയ ബാലൻ ആവശ്യപ്പെട്ടത് 3 അടി മണ്ണ്, 3 ചതുരശ്ര മീറ്റർ മണ്ണായിരുന്നുവെങ്കിൽ അതിന് അളവുണ്ട്. ഇവിടെ അളവില്ലാത്ത 3 അടി മണ്ണ്. ആ 3 അടി എന്ന് പറയുന്ന മണ്ണ്, അതിന് പ്രത്യേകിച്ചൊരു അളവില്ല. അത് കൊടുക്കുമ്പോൾ ആ ഒരു ആവശ്യം സാധ്യമാകുമെന്ന് വന്നപ്പോൾ ആ ചെറിയ പയ്യൻ ബൂസ്റ്റോ ബോൺവിറ്റിയോ ഒക്കെ കഴിച്ച് വലുതാകുന്ന ചരിത്രമാണ്, സങ്കല്പമാണുള്ളത്. ആ വലുതായവന് 3ാമത്തെ അടി മണ്ണ് എവിടെയെന്ന് ചോദിച്ചപ്പോൾ തൻ്റെ തല കുനിച്ച് നെറുക കാണിക്കയായി വെച്ച ഇന്ദ്രസേനൻ എന്ന പേരുള്ള മഹാബലിയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ മാവേലി മനുഷ്യത്വത്തിൻ്റെ മുഖമുള്ള മനുഷ്യനായിരുന്നു. സങ്കല്പമായാലും കഥയായാലും ആ മാവേലിയുടെ സ്ഥാനത്താണ്, അതിനേക്കാൾ ഒരുപടി സ്റ്റെപ്പ് മുകളിൽ ആണ് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമായ റൂവൽ സിംഗിനെ നമ്മൾ കാണുന്നത്. അത്തരത്തിലാണ് അദ്ദേഹം നമ്മുടെ മുന്നിൽ ദൈവമായി അവതരിക്കുന്നത്. ഒട്ടനവധി വ്യക്തിത്വങ്ങളെ ഈ വേദിയിൽ ഈ കഴിഞ്ഞ 11 ദിവസം അനുമോദിക്കുകയും ആദരിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അവസാന നിമിഷമായ ഇന്ന്, ഇതിൻ്റെ സമാപന ദിവസമായ ഇന്ന്
നമ്മൾ എന്തുകൊണ്ടും ഏറ്റവും പ്രത്യേകതയുള്ള ഒരു ദിവസമായി ഞാൻ കാണുന്നത് നമ്മുടെ സൈന്യത്തിൽ നിന്ന് വീരോചിതമായ സേവനത്തിലൂടെ രാജ്യത്തെ സംരക്ഷിക്കുകയും സമാധാനത്തിൻ്റെ പടിയിലേക്ക് കൊണ്ട് എത്തിക്കുകയും ചെയ്തിട്ടുള്ള നമ്മുടെ സൈനികരെ, വിരമിച്ച സൈനികരെ ആദരിക്കുന്ന ചടങ്ങ് എന്തുകൊണ്ടും സാർത്ഥകമായിട്ടുള്ള ഒരു ചടങ്ങാണ്. ആ ചടങ്ങിൽ എന്നെ കൂടി ഇവിടെ പങ്കെടുപ്പിച്ചതിൽ വളരെ വലിയ സന്തോഷം ഞാൻ എന്നും മനസ്സിൽ സൂക്ഷിക്കും. അതോടൊപ്പം എന്നിൽ അർപ്പിതമായിട്ടുള്ള കർത്തവ്യം ഒന്നുകൂടി ഉണ്ട്, നന്ദി പ്രകാശിപ്പിക്കുക. അത് നേരത്തെ നമ്മുടെ ശശിസാഹ് പറഞ്ഞതുപോലെ, ശശിസാഹിനോട് ഞാനും പറഞ്ഞതുപോലെ ഒറ്റ വാക്കിൽ മാത്രമാണ്. കാരണം നമുക്ക് ഏറെ നീട്ടിക്കൊണ്ടു പോകാനുള്ള സമയവും സാഹചര്യവും കുറവാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ചടങ്ങിൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാ പേർക്കും ഈ മതേതര വയോജന കേന്ദ്രത്തിൻ്റെയും എൻ്റെയും റൂവൽ സിംഗിൻ്റെയും അടക്കം പേരിൽ ഒറ്റ വാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.